മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ശേഷം ശബരിമലയിൽ ഇതുവരെ ദർശനം നടത്തിയത് 3,65,496 ഭക്തർ. തിരക്ക് വർദ്ധിച്ചതിനാൽ മരക്കൂട്ടം മുതൽ തുടങ്ങുന്ന ക്യൂ മണിക്കൂറുകളോളം നടപ്പന്തൽ വരെ നീളുന്നുണ്ട്. അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണത്തിലും മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നിലയ്ക്കലിൽ നിന്നും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. ശബരീശ സന്നിധിയിൽ നിലയ്ക്കാത്ത ഭക്തജന പ്രവാഹമാണ്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്കാണ് ഫ്ലൈ ഓവറിലും നടപ്പന്തലിലും എല്ലാം കാണുന്നത്. എല്ലാ മണിക്കൂറുകളും ഫ്ലൈ ഓവറും നടപ്പന്തലും എല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടത്തിൽ നിന്നും ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ മണിക്കൂറുകൾ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം ഈ സാഹചര്യം തന്നെയായിരുന്നു. മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി നട തുറന്ന ആദ്യ ദിവസം മുതൽ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നു. മരക്കൂട്ടം മുതൽ ഘട്ടം ഘട്ടമായി ഈ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ 4 ദിവസവും ഭക്തജനങ്ങളെ കടത്തിവിടുമ്പോൾ മണിക്കൂറുകൾ കൊണ്ടാണ് ആ നടപ്പന്തൽ വരെ ക്യൂ എത്തുന്നത്. വിവിധ ഇടങ്ങളിൽ മരക്കൂട്ടം, ശബരിപീഠം, ശരംകുത്തി, നടപ്പന്തൽ എന്നിവിടങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ബാരിക്കേഡിനുള്ളിൽ ക്യൂ കോംപ്ലക്സുകൾക്കുള്ളിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. പിന്നീട് 18-ാം പടി കയറി ഫ്ലൈ ഓവറിലേക്ക് എത്തിയാലും ഫ്ലൈ ഓവറിലെ ക്യൂ വളരെ സാവധാനമാണ് മുന്നോട്ട് നീങ്ങുന്നത്. മണിക്കൂറിൽ 3000-ഓളം ഭക്തജനങ്ങളെയാണ് 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതുവരെ മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങിയതിനു ശേഷം 36 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 9 മണി വരെയുള്ള സമയം 80,000-ന് മുകളിൽ ഭക്തരാണ് ദർശനം നടത്തിയത്. നിലയ്ക്കലിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ എന്ന പോലെ തന്നെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. നിലയ്ക്കലിൽ നിന്നും നിയന്ത്രണങ്ങളോടെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഭക്തജനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. പിന്നീട് പമ്പയിൽ നിന്ന് മല കയറിയെത്തുമ്പോഴും വിവിധയിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട് എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചാലും ഇതിൽ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധം അയൽ സംസ്ഥാന ഭക്തജനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഡിസംബർ 30-ന് മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതിന് ശേഷം സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. നടപ്പന്തലിലും സമാനമായി തന്നെ ചില മണിക്കൂറുകളിൽ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധം അയൽ സംസ്ഥാന ഭക്തജനങ്ങളെ കാണാനാകും. സന്നിധാനത്തെ വിവിധ ഇടങ്ങളിൽ തമ്പടിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. മകരവിളക്ക് തീർത്ഥാടന കാലത്തിൽ പാണ്ടിത്താവളം, മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗം, അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം എന്നിവിടങ്ങളിലൊക്കെ വിശ്രമിക്കുന്ന ഭക്തജനങ്ങൾ ധാരാളമായി ഉണ്ട്. ദർശനം പൂർത്തിയാക്കി പമ്പയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത് സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. ദർശനം പൂർത്തിയാക്കിയവർ വളരെ വേഗം പമ്പയിലേക്ക് മലയിറങ്ങണം എന്നുള്ള ഒരു അനൗൺസ്മെന്റും പല മണിക്കൂറുകളിലും സന്നിധാനത്ത് മുഴങ്ങുന്നുമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ സമയവും ഭക്തജന നിബിഡമായി മാറിയിരിക്കുകയാണ് ശബരിമല സന്നിധാനം. രാത്രികാലങ്ങളിൽ അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം വലിയ നടപ്പന്തൽ, അരവണ കൗണ്ടറിന് മുൻഭാഗം, മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗങ്ങൾ ഇവിടെയൊക്കെ വിരിവെച്ച് വിശ്രമിക്കുന്ന ഭക്തർ മാകുണ്ട അയ്യപ്പ നിലയത്തിലൊക്കെ വളരെ വലിയ രീതിയിലാണ് വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും ഭക്തജന നിബിഡമായി മാറുകയാണ്. മുഴുവൻ മണിക്കൂറും ഭക്തജനങ്ങളെ തിങ്ങി നിറയുകയാണ് ശബരിമല സന്നിധാനം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി.